കവി തൻ്റെ ഭാവനയിൽ ഇങ്ങനെ പാടുകയാണ്: രാവിപ്പോൾ ക്ഷണമങ്ങുടുങ്ങിടും, ഉഷസംഗം പ്രകാശിച്ചിടും, ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും കാലേ വിടർന്നിടവേ. നാളെ പ്രഭാതമാകുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോൾ ഈ താമര പഴയതുപോലെ തന്നെ വിടരും, എനിക്ക് പുറത്തിറങ്ങാം. പക്ഷേ ഹതഭാഗ്യനായ വണ്ട് അതെങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? പുലർക്കാലത്ത് എവിടെ നിന്നോ ഒരു ആന വന്നിട്ട് ആ താമരക്കുളത്തിൽ ഇറങ്ങിയിട്ട് ആന കാണിച്ചൊരു വികൃതി ഈ താമരപ്പൂവിനെ അല്ലെങ്കിൽ മുട്ടിനെ വേരോടെ പിഴുതെടുത്ത് എറിഞ്ഞ്, മാത്രമല്ല അതിനെ ചവിട്ടി അരച്ചുകൾ. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യനിങ്ങനെയാണ്. പല പ്രതീക്ഷകളാണ്. നാളെ ഞാൻ ഇന്ന തരത്തിൽ ഇന്ന നിലയിലായിത്തീരും, ഇങ്ങനെ ഭാവിയെ സ്വപ്നം കണ്ടിട്ട് ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയോ ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ ഈശ്വരനിൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയോ ചെയ്യാതെ തൻ്റെ കൊച്ചു മസ്തിഷ്കത്തിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾക്കനുസരിച്ച് രാത്രി പോലും പകലാക്കി കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു ചിന്തിച്ചുകൊണ്ട് പണത്തിന് വേണ്ടി, പണസമ്പാദനത്തിന് വേണ്ടി ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. ഇവിടെയാണ് യാക്കോബ് എന്ന് പറയുന്ന അപ്പോസ്തലൻ്റെ ആ വചനം ശ്രദ്ധേയമായത്. ഞാൻ ഇപ്രകാരം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ തരുണത്തിൽ ആ വചനം കാലിക പ്രസക്തമായ ഒരു വചനമല്ലേ അത്? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു ആണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. എന്നിട്ട് പറയുന്നു, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വൻപ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷം ആകുന്നു. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, നാളെ ഞാൻ ജീവിക്കണം എന്നതിനെക്കുറിച്ച് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ പണ്ടത്തെ കൺവെൻഷൻ നോട്ടീസുകളിൽ ഇന്ന് ആ പദങ്ങളൊന്നുമില്ല. ദൈവഹിതമായാൽ, കർത്താവിൻ്റെ ഇഷ്ടമായാൽ ഇന്ന മാസം എത്രാം തീയതി സുവിശേഷ യോഗം നടക്കും. അപ്പൊ ദൈവഹിതത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവത്തെ ആശ്രയിച്ച് ജീവിച്ച ഒരു കൂട്ടം ആളുകൾ, പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. പക്ഷേ